യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഞാൻ മുറി പോയി നോക്കിയായിരുന്നു. ദാ കാപ്പി. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ മോശമാണെങ്കിൽ അങ്ങ് സഹിച്ചേരാ. ആ ഇപ്പൊ തരക്കേടില്ല, ശരിയായി വരുന്നുണ്ട്. ഹോ, അങ്ങനെ ആ പരീക്ഷ പാസ്സായി. അനുമോൾ എവിടെ ഉണ്ട്? മുറിയിൽ കിടക്കുന്നുണ്ട്. പാവം, അതിന്റെ ഒരു വിധി ഇങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഞാൻ അതിനെപ്പറ്റി അമ്മയോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അനുക്കുട്ടിയെ ഇവര് ചികിത്സിച്ച് ഭേദമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതിയിൽ എന്തു പറഞ്ഞിട്ടാ അർജുൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? പുറത്തു നിന്ന അനുക്കുട്ടിയുടെ ജീവന് വരെ ആപത്തുണ്ടാവും, അവക്ക് സംസാരിക്കാനോ അനങ്ങാനും കഴിയുന്നത് വരെ ഈ വീട്ടിൽ നിർത്തി ചികിത്സിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ? എന്നിട്ട് അതിനുള്ള എന്തെങ്കിലും ശ്രമം അർജുന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഇങ്ങനെ പോയ അനുക്കുട്ടിയുടെ അസുഖം മാറുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞത് ശരിയാ മധു. അവരായിട്ട് അനുമോളെ ചികിത്സിപ്പിച്ച് ഭേദമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യില്ല അമ്മേ, അതിനെ അവരിവിടെ ഇട്ട് നരകിപ്പിക്കും. ഇന്നലെ വെള്ളം നനച്ച് തുടപ്പിക്കുമ്പോഴാ ഞാൻ കണ്ടത്. പുറത്തതേ ഈ നീളത്തില് നീല കളറില് കല്ലിച്ച് കിടക്കുന്നു. എന്തോ കനമുള്ള എന്തോ വച്ച് അടിച്ചതാ. ആഹാ, അത്രയ്ക്കായോ? എന്നാ അത് ചോദിച്ചിട്ട് തന്നെ കാര്യം. എന്നിട്ടെന്തിനാ അവര് സമ്മതിച്ചു തരുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? എന്നാലും നമ്മൾ അറിഞ്ഞിട്ട് ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഒരു കാര്യമില്ലമ്മേ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടില് അമ്മായിയമ്മയും മരുമോളും കൂടെ ഞെളിഞ്ഞങ്ങ് നിൽക്കും. 24 മണിക്കൂറും നീ കൂടെ ഉള്ളതല്ലേ, നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ അവളെ? ഞാനെപ്പോഴും കൂടെ തന്നെ ഉണ്ടമ്മേ. പക്ഷെ മനഃപൂർവ്വം ആക്രമിക്കാൻ തീരുമാനിച്ചിറങ്ങിയവർക്ക് അവസരം കണ്ടെത്താനാണോ പാട്? എന്നാലും ഒരാളെ ഇങ്ങനെ ദ്രോഹിക്കാന്നൊക്കെ പറഞ്ഞ നമ്മളത് ചോദിക്കാൻ ചെന്നാ അവരത് സമ്മതിച്ചു തരുമോ?